ശബരിമല SITയുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. SITയെ കൊണ്ട് കഴിയില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ മാസം BJPയുടെ ശക്തമായ സമരം വരുന്നു. അത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സമരമാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വശത്ത്, മറുവശത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോടതിയിലും പോയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. CBIക്ക് വിടണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. CBIക്ക് വിടുന്നതുണ്ട്, കുഴപ്പമില്ല എന്ന് CBIക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ഏറ്റെടുക്കാമെന്ന്. ഇതെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത്. MAB പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, സോണിയാഗാന്ധി വളരെ മാന്യയായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. അതേസമയം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണമെന്നാണ്. അപ്പൊ എന്തായാലും കോൺഗ്രസിന് അനുകൂലമായ ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. സോണിയാഗാന്ധി എന്ന് മൊഴിയെടുത്താലും ഇല്ലെങ്കിലും ആ പശ്ചാത്തലം ഒന്നും മാറാൻ പോകുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ. കാരണം ഇത് മോഷണം നടന്നിരിക്കുന്നതും നടക്കുമ്പോഴുള്ള കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ഗവൺമെന്റ്, 10 വർഷക്കാലത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പിണറായി ഗവൺമെന്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഗവൺമെന്റ് കാലത്താണ് ഇതിന്റെ മെഗാ എപ്പിസോഡ് നടന്നിരിക്കുന്നത്. അതിന് മുമ്പേ അവിടെ കയറി 2016 മുമ്പേ തന്നെ പിന്നെ അവിടെ തന്നെ ആര് കയറി, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറി അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ കഥ നമ്മൾ ചെയ്തതാണ് വീഡിയോ. പക്ഷെ എന്നാലും ഇതിങ്ങനെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും SIT ഇനിയും ഒത്തിരി പേരെ ചോദ്യം ചെയ്യാനുണ്ട്. ഇന്റർപോൾ വന്നാൽ മാത്രമേ ഇത് തീരുകയുള്ളൂ എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു. കാരണം ഇന്റർപോൾ വന്ന് പരിശോധിച്ചിട്ട് അവസാനം കോംപ്രമൈസ് ആയ 2 പേർ, അതായത് ഡൽഹിയിലെ ഉന്നത നേതാക്കളുടെ ബന്ധുക്കളായിട്ടുള്ള 2 വ്യവസായികൾ, അവരിൽ ഒരാളിനെ ഇന്റർപോൾ ട്രേസ് ചെയ്തിട്ട് പോലും അത് അവസാനം കോംപ്രമൈസ് ആയി, ഡൽഹിയിൽ വെച്ചത് കോംപ്രമൈസ് ആയെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രവർത്തനം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വലിയ കോംപ്രമൈസിലേക്ക് പോകുമോ? കോൺഗ്രസ്സുകാരും തെറ്റ് ചെയ്തു, മാർക്സിസ്റ്റുകാരും തെറ്റ് ചെയ്തു. ഇനി ഏതെങ്കിലും BJP നേതാക്കൾ ഉണ്ടോ എന്ന് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BJPയുടെ ആരുടെയും പ്രമുഖരുടെ പടമൊന്നും ഇതുവരെ ആരുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയൊന്നും വന്നിട്ടില്ല. ഈ മോഡിയെയും അമിത്ഷായെയും ഒന്ന് പിടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓടിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും വളരെ കൃത്യമായി ഇതുണ്ട്. ഇതിനിടയിലാണ് KP ശങ്കരദാസ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന, അദ്ദേഹത്തിന് ജാമ്യത്തിന്റെ എൻ വാസു സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. KP ശങ്കരദാസൻ കോടതി പോയിട്ടുണ്ട്, അത് ഹൈക്കോടതിയിലാണ്. അപ്പോൾ ഇത് വളരെ വലിയ തോതിലാണ് ഇനിയും. അതുപോലെ തന്നെ ഒരു ജയശ്രീയുടെ അറസ്റ്റ് വരാൻ കിടക്കുന്നു. അപ്പൊ ഇനിയും ഒത്തിരി അറസ്റ്റുകൾ നടക്കാനുണ്ട്. ഉന്നതന്മാരുടെ ലിസ്റ്റ് SIT തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പഠനങ്ങൾ, ഈ നിരീക്ഷണങ്ങളും പഠനങ്ങളും ആളുകളെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ ആന്റണിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടില്ല. സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വാസവനിൽ നിന്നൊരു മൊഴിയും എടുത്തിട്ടില്ല. അതിലേക്ക് നീങ്ങണം SIT എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു IPSകാരനായിട്ടുള്ള വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു IPSകാരന് പരിമിതിയുണ്ട്, നമ്മൾ കണ്ടതാണ്. കാരണം ഇവിടെ ജട്ടി കേസിലൊക്കെ നമ്മൾ ആന്റണി രാജുവിന്റെ ജട്ടി കേസ് എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് സംവിധാനവും ഇവിടുത്തെ കോടതി സംവിധാനവും ഒക്കെ മുക്കി വെച്ചിരുന്നത് നമ്മൾ കാണുകയാണ്. 36 വർഷം കഴിഞ്ഞു. അതിനിടയിൽ ആന്റണി രാജു മരിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കേസ് എവിടെയും എത്തുമായിരുന്നു? അല്ല. പക്ഷെ 36 വർഷത്തിന് ശേഷം സത്യം തെളിഞ്ഞു. അനിൽ ഇമ്മാനുവലും TP സെൻകുമാറും ജയമോഹനും അതുപോലെ തന്നെ പ്രഫ എന്നൊക്കെ പറയുന്ന ഒത്തിരി ഓഫീസർമാരും വക്കീലന്മാരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, വക്കീലല്ല പത്രപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വന്നു വെളിയിൽ. പക്ഷെ എന്നാലും അല്ലെങ്കിൽ അത് പുറത്തു പോലും വരത്തില്ലായിരുന്നു. 36 വർഷത്തെ കരിനിഴലാണ്. ഒരുപക്ഷെ നാളത്തെ IPS അക്കാഡമിയിലും അതുപോലെ പോലീസ് അക്കാഡമിയിലും IASകാർക്കും പഠിക്കാൻ പറ്റിയിട്ടുള്ള, LLBക്കാർക്കും പഠിക്കാൻ പറ്റിയിട്ടുള്ള അതിര മനോഹര സുന്ദരമായ ഒരു കേസാണ് ആന്റണി രാജുവിന്റെ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കേസ്. വളരെ വളരെ വലിയ കേസാണ്. അപ്പൊ രസകരമാണ് ആ കേസിന്റെ നാൾവഴികൾ ആലോചിച്ചാൽ. അതുപോലെ ശബരിമല കേസും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് മാറുമോ? അതോ CBI വരുമോ? CBI വന്നാൽ EDക്ക് വരണമെങ്കിൽ ഈ മണി ലോണ്ടറിങ് പോലുള്ള കാര്യങ്ങൾ, കറപ്ഷൻ പോലുള്ള കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ EDക്ക് അതിനകത്ത് ഒരു എൻട്രൻസ് ഉള്ളൂ. എന്നിട്ട് ED അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇത് ഇങ്ങനെ പോകുമ്പോൾ SIT തളരുകയാണോ? SITയിൽ നിന്ന് അവസാനം ഷൂ ആകുമോ? ഒരു കോംപ്രമൈസിലേക്ക് പോകുമോ? ഉന്നതരിലേക്ക് ഏത് കേസ് ചെല്ലുമ്പോഴും അത് നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് അങ്ങനെ അല്ലാതെ ഉരുണ്ട് വരുന്നത് കോടതി മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ വരുന്നത്. ഇവിടെ ഏക പ്രതീക്ഷ SITക്ക് മേൽ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ 2 ജഡ്ജിമാരുടെ കർശനമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടെന്നും ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് മെരിറ്റായി പറയാനുള്ളത്. പക്ഷെ ആ ടൈം ലൈൻ കൊടുത്തപ്പോഴും 2 പ്രാവശ്യം റിപ്പോർട്ട് കൊടുത്തപ്പോഴും 2 പ്രാവശ്യവും കോടതി പറഞ്ഞു, നിങ്ങൾ എന്തേ ഉന്നതരിലേക്ക് പോകുന്നില്ല, നിങ്ങൾ എന്തേ ഇതിന്റെ ഹോൾ സമഗ്രമായി കോംപ്രഹെൻസീവായി ഈ വിഷയത്തെ കാണുന്നില്ല, സമഗ്രമായി എന്തുകൊണ്ട് ഈ വിഷയത്തെ കാണുന്നില്ല എന്നുള്ള
കൃത്യമായ ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത് CBIക്ക് വിടാനുള്ള സാധ്യതയുണ്ടോ? പക്ഷെ CBIക്ക് വിടുമ്പോഴും സമയബന്ധിതമായി 6 മാസമോ 1 വർഷമോ സമയം കൊടുത്തില്ല എങ്കിൽ ഇതിങ്ങനെ നീണ്ട് വല്ലാത്ത രീതിയിൽ ഗണപതിയുടെ കല്യാണം പോലെ, അല്ലെങ്കിൽ അയ്യപ്പന്റെ മാളികപ്പുറം വന്നില്ലെങ്കിൽ, അങ്ങനെയും കഥയുണ്ടല്ലോ അവിടെ. ആ കഥയെക്കുറിച്ച് നമുക്ക് അതാണോ കഥ കല്യാണം കഴിക്കാത്ത എന്നുള്ളത് വേറെ കാര്യമുണ്ട്. എന്നാൽ അങ്ങനെ കഥ കിടപ്പുണ്ട്, ആ കള്ളക്കഥയാണ്, എന്നാലും ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇത് നീണ്ട് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ SIT വളരെ സമയബന്ധിതമായി ഈ പറയുന്ന ആളുകളിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇവർ കള്ളമാണ് പറയുന്നത്. പലരും ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോഴും മൊഴിയെടുക്കുമ്പോഴും പച്ചയ്ക്ക് കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ആ കള്ളം പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട് മറ്റു ഉണ്ണികൃഷ്ണനുമായിട്ടൊക്കെ ഇത് വീണ്ടും ലിങ്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും കുറ്റാന്വേഷണ വ്യവസ്ഥയും ഇനിയും കുറെ കൂടി പ്രൊഫഷണൽ ആവണ്ടേ? ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രധാന പ്രതിയെ കിട്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് മുഴുവൻ ലിംഗം എടുക്കാൻ പറ്റാത്തത് എന്താണ്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ കുറ്റാന്വേഷണ വിഭാഗവും നമ്മുടെ ലാ ആൻഡ് ഓർഡർ വിഭാഗവും ക്രിമിനൽ പ്രൊസീജിയർ വിഭാഗവും ചർച്ച ചെയ്യേണ്ടത് ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടൊരു പ്രധാന പ്രതിയെ കിട്ടിയിട്ട്, പ്രധാന പ്രതിയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രധാന ലിങ്ക് കിട്ടിയിട്ട് അദ്ദേഹത്തെ വളരെ കൃത്യമായ നുണപരിശോധനയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട്, അത് തല്ലിയിട്ടുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, തല്ലുകൊടുത്തുള്ള അർത്ഥമല്ല പറയുന്നത്, വളരെ കൃത്യമായി പ്രൊഫഷണലായി ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ലിങ്കുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാത്ത ഒരു കഥയും ഉണ്ടാവില്ല, അറിയാത്തൊരു വ്യക്തി ഉണ്ടാവില്ല, പോകാത്ത സ്ഥലം ഉണ്ടാവില്ല. ആരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഴുവൻ സ്റ്റോറിയും അറിയാമായിരിക്കും. അങ്ങനെ മുഴുവൻ സ്റ്റോറിയും അറിയാവുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള, പ്രധാന പ്രതിയെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇരുട്ടിൽ തപ്പാം, പക്ഷെ പ്രധാന പ്രതിയെ കിട്ടിയിട്ടില്ല. അതുപോലെ വളരെ പ്രധാനമാണ് ഇതിന്റെ തൊണ്ടി മുതൽ എന്ത് ചെയ്തു. ഗോവർദ്ധനെ കിട്ടി, അറിയില്ല. ബെല്ലാരിയിൽ നിന്നുള്ള ബാക്കി ആളുകളെ കിട്ടി, സ്മാർട്ട് ക്രിയേഷന്റെ ആളുകളെ കിട്ടി, പിന്നെ ഒരുപാട് പേരെ കിട്ടി. ഇവരെല്ലാം കിട്ടിയിട്ടും വളരെ കൃത്യമായി തൊണ്ടി മുതൽ എവിടെ പോയി എന്നറിയില്ല. രണ്ട് കാര്യമോ മലയാളിക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും അറിയേണ്ടതുള്ളൂ, നമുക്കെല്ലാം. ഒന്ന്, ആരൊക്കെയാണ് ഇതിൽ കണക്ട് ചെയ്ത് നിന്ന ആ വെബ് ഏതാണ്, ആ ചിലന്തി വല ഏതാണ്, ആരൊക്കെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷൻ പോയിന്റുകൾ അല്ലെങ്കിൽ കണക്ഷൻ പ്ലക്കുകൾ, ആ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെ? നമ്പർ 1. നമ്പർ 2, അതിന്റെ തൊണ്ടി മുതൽ എവിടെ പോയിട്ടുണ്ട്, ഇത് ഏത് രൂപത്തിൽ പോയി? വിദേശത്ത് പോയോ, കപ്പലിൽ കൊണ്ടുപോയോ, അത് വ്യക്തികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് കൊണ്ടുപോയോ, അല്ലെങ്കിൽ ഈ ഗോവർദ്ധന്റെയും അതുപോലെ തന്നെ മറ്റൊരാളെയും കൂടെ അറസ്റ്റ് ചെയ്തല്ലോ, അവരുടെ കയ്യിൽ നിന്ന് പോയോ, ഇത് ജുവലറുകളിൽ നിന്ന് പുറത്തു പോയോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നാട്ടുകാർക്കെല്ലാം ഇത് സ്വർണത്തിന്റെ ഭാഗമായി കൊണ്ടു കൊടുത്തോ? എവിടെയാണ് ഈ സ്വർണം പോയത്? രണ്ട് സിമ്പിൾ ചോദ്യമാണ്. ആരൊക്കെയാണ് ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച കൊള്ള സംഘത്തിലെ കണക്ഷൻ പോയിന്റ്, നേരിട്ടും അല്ലാതെയും സഹായിച്ചത് ആരൊക്കെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വളരെ കൃത്യമായ ചോദ്യം, എവിടെയാണ് തൊണ്ടി മുതൽ? സ്റ്റേറ്റിലാണോ, സംസ്ഥാനങ്ങളിലാണോ, വിദേശ രാജ്യങ്ങളിലാണോ? ഇത്ര കാര്യം കണ്ടുപിടിക്കാനാണ് ഈ കറക്കമെല്ലാം കറങ്ങുന്നത്.